അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും ഒരു പ്രഭാതത്തിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവരുണ്ട്, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, ഇതിനുവേണ്ടി നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്, കമന്റ് ഇട്ടവരുണ്ട്, ലൈക്ക് ചെയ്തവരുണ്ട്. അങ്ങനെ തുടങ്ങി ആരെല്ലാം നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ അല്ലാഹ് മാറ്റി തരട്ടെ. അൽഹംദുലില്ലാഹ്. കുറഞ്ഞ സമയം നമ്മുടെ മുന്നിലുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ് നമ്മുടെ ചാനലിലെ ഈ മജ്ലിസിലെ ഓരോ വീഡിയോകളും നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് തന്നെയാണ് നിങ്ങളോട് പറയാറുള്ളതും തയ്യാറാക്കുന്നതും. അള്ളാഹു ഇതൊക്കെ നല്ലൊരു സൽപ്രവർത്തനമാക്കി കബൂലാക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധവും പരിപാവനവുമായ ഒരു ഹിജറ കലണ്ടർ നമ്മിലേക്ക് സമാഗതമായി, ഒരു പുതിയ വർഷം നമ്മിലേക്ക് സമാഗതമായി. പരിശുദ്ധമായ അജബുകൾ നിറഞ്ഞ മുഹറം മാസം നമ്മിലേക്ക് കടന്നു വന്ന മുഹറമിലൂടെ സഞ്ചരിക്കുകയാണ്, അല്ലേ? ഒരുപാട് സൽക്കം ബിസ്മി എഴുതിയവരുണ്ട്, ആയത്തുൽ കുർസി ഓതിയവരുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് നോമ്പെടുത്തവരുണ്ട്. അങ്ങനെ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ഈ മുഹറമിൽ ഇന്ന് തന്നെ ചെയ്തവരുണ്ട്, ഇന്നലെ ചെയ്തവരുണ്ട്, രാവിലും പകലിലുമായി ചെയ്ത് തീർത്തവരുണ്ട്. അതൊക്കെ അല്ലാഹ് കബൂലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ അല്ലാഹു സ്വീകരിക്കണം. പക്ഷേ എന്ത് ചെയ്താലും അല്ലാഹു സ്വീകരിക്കാത്ത ചില വിഭാഗമുണ്ട്. 7 വിഭാഗം ആളുകളുണ്ട്. 7 വിഭാഗം ആളുകൾ ഈ മുഹറമിലെന്നല്ല, സഫറിലെന്നല്ല, റബീഉൽ അവ്വലിലെന്നല്ല, റമളാനിൽ പോലും എന്ത് ചെയ്താലും ദുൽഹിജ്ജ മാസത്തിൽ കഅബയുടെ കില്ല പിടിച്ചാലും അല്ലാഹ് സ്വീകരിക്കൂല. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പേരിനോട് ചേർത്തു പറഞ്ഞ ഈ മുഹറം മാസത്തിൽ ഉമ്മമാരെ, നിങ്ങൾ ചെയ്ത ഇബാദത്തുകളൊക്കെ വെറുതെയാണ്. 113 ബിസ്മി എഴുതിയിട്ടുണ്ടോ? അത് വെറുതെയാണ്. 360 ആയത്തുൽ കുർസി ഓതിയോ? അതും വെറുതെയാണ്. എന്തേ കാരണം? പടച്ചോൻ ഇനി എന്ത് ചെയ്യും? അതിന്റെ എളുപ്പ വഴിയും കൂടി പറഞ്ഞ സൊല്യൂഷൻ കൂടി പറഞ്ഞു തരാം. ഈ പറയുന്ന 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, നമ്മൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, അള്ളാഹു നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കൂല. അള്ളാഹു മലക്കളും നിങ്ങൾക്ക് എതിരിലാണ്. നിങ്ങളുടെ ഇബാദത്തുകളൊക്കെയും വെറുതെ പാഴ്പണിയാണ് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്ന മുത്തനിബിതങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ 7 കാര്യങ്ങളും അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ മുഹറമിൽ അധികരിപ്പിക്കേണ്ട ചില സൂറത്തുകളുണ്ട്, ചില ആയത്തുകളുണ്ട്. അതും കൂടി പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയം കൊണ്ട് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു തരാം. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ പരിശുദ്ധമായ മുഹറമിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത, നാം അറിഞ്ഞുകൊണ്ടോ അറിയാതെ അശ്രദ്ധമായി പോലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം, സുബഹിക്ക് ശേഷവും അസറിന് ശേഷവും മഗ്‌രിബ് ഇശാഇന്റെ ഇടയിലും ഉറങ്ങാൻ പാടില്ല. സുബഹിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ സുബഹിക്ക് ബാങ്ക് വിളിച്ചു, നമ്മൾ എഴുന്നേറ്റു, നിസ്കരിച്ചു, സൂര്യോദയത്തിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല. സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ പാടില്ല. അതുപോലെ അസറിന് ശേഷം, മഗ്‌രിബിന് മുമ്പായി ഉറങ്ങരുത്. മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഈ 3 സമയം നിങ്ങൾ ഉറങ്ങുന്നവരാണെങ്കിൽ വളിരിബൂ ബിഹാദൽ വജിഹിൽ സ്വാഹിബിക, നിങ്ങളുടെ മുഖത്തേക്ക് അല്ലാഹു വലിച്ചെറിയപ്പെടുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഇല്ലേ? പണ്ടൊക്കെ സന്ധ്യാസമയങ്ങളിൽ മക്കൾ കിടന്നുറങ്ങിയ ഉമ്മമ്മമാർ, വല്യുമ്മമാർ നമ്മുടെയൊക്കെ നാളുകൾ വിളിച്ചു പറയും, എടാ എഴുന്നേറ്റ്, മോന്തി നേരത്തെ കിടന്നുറങ്ങുക, അന്ത്യ നേരത്തെ കിടന്നുറങ്ങുക, എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. എപ്പോഴാണ് പകലിന് രാത്രി ഉറക്കമില്ല, പകലാണ് ഉറക്കം. പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഉറങ്ങിയാൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്. അവർ നിങ്ങളുടെ ഇബാദത്തുകളൊന്നും അള്ളാഹു സ്വീകരിക്കൂല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ വിശദീകരിക്കുന്നില്ല, അറിയാവുന്ന കാര്യമായതുകൊണ്ട് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കലാണ്. രണ്ടാമത്തത്, പരസ്പരമുള്ള വഴക്കുകളും പരസ്പരമുള്ള പ്രശ്നങ്ങളും ഒഴിവാക്കുക. നമ്മൾ സൈലന്റ് ആവുക. 2 കൈ കൊട്ടിയാലേ സൗണ്ട് ഉണ്ടാവുള്ളൂ. നമ്മളൊന്നും അടങ്ങിയിരിക്കുക, നമ്മളൊന്നും മിണ്ടായിരിക്കുക, സൈലന്റ് ആയി കൊടുക്കുക. നമ്മളൊന്ന് സൈലന്റ് ആയി എന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോണില്ല. ദേഷ്യപ്പെടുന്നവർ ദേഷ്യപ്പെടട്ടെ, ചീത്ത വിളിക്കാവുന്നവരൊക്കെ വിളിച്ചിട്ട് പോട്ടെ. നമുക്ക് അള്ളാനെ ചിന്തിച്ച് അള്ളാനെ ഓർത്ത് നമ്മളൊന്ന് മിണ്ടാതിരുന്നാൽ നല്ലതാണ്. അങ്ങനെ മിണ്ടാതിരുന്ന ദേഷ്യവും പിണക്കവും ഉണ്ട് എങ്കിൽ ഈ മുഹറം അള്ളാഹു സ്വീകരിക്കൂല. ബിസ്മിയൊക്കെ എഴുതി വെറുതെയാണ്. സ്വന്തം കൂടപ്പിറപ്പിനോട് പിണങ്ങിയിരിക്കണം. 113 ബിസ്മി എഴുതിയേക്കണേ. എന്ത് നേട്ടാളെ അയൽവാസിയോട് പിണങ്ങിയിരിക്കാണ്. 360 ആയത്തുൽ കുർസി ഓതി ഉസ്താദേ, നമ്മൾ എന്ത് ചെയ്തിട്ട് സ്വീകരിക്കണ്ടേ? പരിശുദ്ധമായ കഅബ പുതുക്കി പണിഞ്ഞിട്ട് ഇബ്രാഹിം നബിയും മകനായ ഇസ്മായിൽ നബിയും ദുആ ചെയ്തത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം എന്നാണ്. ചരിത്ര അത്ഭുതമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബദറിൻ തീരം എന്ന ചാനൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മജ്‌ലിസ് ഉണ്ട്. ചരിത്രങ്ങൾ പറയുന്നു. പക്ഷേ അതിൽ നിന്ന് എല്ലാവർക്കും ആ സമയത്ത് കേൾക്കാൻ പറ്റുന്നില്ല എന്നൊരു അഭിപ്രായം വന്നപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1 മണിയാകുമ്പോൾ ആ ബദറിൻ തീരം എന്ന ചാനലിലൂടെ ചെറിയതായി ആ ചരിത്രങ്ങളിലെ ഷോർട്ടാക്കി വേഗത്തിൽ ഇതുപോലെ കുറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ചരിത്രം പഠിക്കാൻ വേണ്ടി ഒരു അവസരമുണ്ട്. ഒരു വീഡിയോ എല്ലാ ദിവസവും ബദറിൻ തീരം എന്ന ചാനൽ ഉച്ചയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കേൾക്കണം, ചരിത്രം പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അപ്പൊ ഇബ്രാഹിം നബിക്ക് ദുആ എന്നത് സ്വീകരിക്കണേ എന്നാണ്. നമ്മളെ എഴുതിയിട്ടോ ആയത്തുൽ കുർസി ഓതിയിട്ടോ ഒന്നും കാര്യമില്ല. അത് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്ത് ചെയ്തായി? പ്രിയമുള്ളവരെ, വഴക്കുകൾ പിണക്കങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തത്, നമസ്കാരത്തിൽ ഇബാദത്തിൽ
ചിരിക്കുക, ഈ പ്രവർത്തനം നമ്മളിലുണ്ട് എങ്കിൽ ഇന്ന് വലിയ അബദ്ധമാണ്. നിസ്കാരത്തിൽ ചിരിയാണ്, നിസ്കാരത്തിൽ കളിയാണ്, ഖുർആൻ ഓതുമ്പോൾ ചിരിയാണ്, ഖുർആൻ ഓതുമ്പോൾ തമാശയാണ്. പാടില്ല. ഇബാദത്തിൽ കളിയും ചിരിയും തമാശയും കൊണ്ടുവന്നാൽ അള്ളാനെ പേടിക്കണേ, അള്ളാനെ പേടിക്കണേ, അള്ളാനെ പേടിക്കണേ. റബ്ബ് നിന്നോട് കോപിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. കളിയാണ്, ഖുർആൻ ഓതുമ്പോൾ കളി, നിസ്കരിക്കുമ്പോൾ കളി, തമാശ, ചിരി പാടില്ല. അള്ളാഹു കാക്കട്ടെ. അതുപോലെ നാലാമത്തത് മഹാരഥന്മാർ പറഞ്ഞു, നമസ്കാരത്തിൽ ഉറക്കം. നമസ്കാരത്തിൽ ഉറങ്ങുക, അറിയാതെ ആകട്ടെ അറിഞ്ഞോണ്ടാകട്ടെ, ഉറങ്ങരുതുമ്മ. അത്തയ്യാത്തിരുന്ന് ഉറങ്ങുന്നവർ, നിസ്കാരത്തിൽ ഉറങ്ങുന്നവർ, അത് പാടില്ല. അത് റബ്ബിന്റെ കോപം. മുഹറമിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാണ് എന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അഞ്ചാമത്തത് മരണ വീട്ടിൽ ചിരിക്കൽ. സുബ്ഹാനല്ലാഹ് അല്ലേ? മരണ വീടിന്റെ ഒക്കെ അവസ്ഥ എന്താ എൻ്റെ ഉമ്മമാരെ? നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു മരണം നടന്നാൽ വെറുതെ ഒന്ന് മനസ്സിലേക്കൊന്ന് ആ രംഗം ഒന്ന് കൊണ്ടുവന്നേ. നമ്മൾ നേരെ മരപ്പൊട്ടി ചെല്ലുമ്പോൾ ആ മയ്യത്തിന്റെ തലയുടെ ഭാഗത്ത് ഒരാൾ ഇരിപ്പുണ്ടാവും. എന്തിനാണ്? കർട്ടൻ പൊക്കാനും താഴ്ത്താനും അല്ലേ? സ്റ്റേജിന്റെ കർട്ടൻ പൊക്കാനും താഴ്ത്താനും ഇരിക്കുന്ന ഒരാൾ ഇരിപ്പുണ്ട്. അതെല്ലാം നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്, നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോന്നല്ലേ? ഞാൻ കുറ്റം പറയുകയല്ല, രംഗൊന്ന് ചിന്തിക്കണേ. അപ്പൊ ഒരു സഹോദരി നേരെ വരാം, അല്ലെങ്കിൽ ഒരു ആണ് വരാം, ഒരാൾ നേരെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ഒരാളോട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കൽ. എന്താണ്? ആ സാധനം നീക്കാൻ, മുഖമൊന്ന് മാറ്റാൻ. കാണല് ഹലാലാണോ കാണല് ഹറാമാണോ? അങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങ് ഓടുകയാണ്. നേരെ സഹോദരിമാരാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ കണ്ണു കാണിക്കുമ്പോൾ ഓൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഓളെന്ത് ചെയ്യും? ആ തട്ടൊന്ന് മാറ്റി കൊടുക്കും, കർട്ടനൊന്ന് മാറ്റി കൊടുക്കും. അത് മാറ്റി കണ്ടപ്പം എന്തെങ്കിലും എല്ലാരും മയ്യത്ത് കാണല്ലേ, അപ്പൊ അറിയട്ടെ അറിയാതിരിക്കട്ടെ ഒരു ചുണ്ടനക്കലാണ്. എല്ലാവരും എനിക്കെല്ലൊക്കെ ഓതാനൊക്കെ അറിയാം, എന്താ പറയേണ്ടതെന്നറിയില്ല. മയ്യത്തിനെ കാണുമ്പോൾ ആണാണെങ്കിൽ അല്ലാഹു മഗ്ഫിർ, ആണാണെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറയണം, പെണ്ണാണെങ്കിൽ അല്ലാഹു മഗ്ഫിർ ലഹ എന്ന് പറയണം. അത് പറയാം, അത് സുന്നത്താണെന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അറിഞ്ഞൂടെ? എന്നാലും ചുണ്ടിട്ട് സൂസൂന്നാക്കി നേരെ അടുക്കളയിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ സബൂറാത്തായും നബീസാത്തായും പാത്തുമാത്ത എല്ലാവരും ഉണ്ട്. പിന്നെ അവിടെ എടിയെ നീ അറിഞ്ഞ, ഓ എടീ ഇന്നലെ കുടുംബശ്രീ നീ വരാത്തെന്താ എന്നും പറഞ്ഞ് ചർച്ചകൾ. എവിടെയാ? മരണം കണ്ട് മയ്യത്ത് കണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അകത്തേക്ക് കയറി ഇവിടെ ചർച്ചയാണ്. നാട്ടിലെ കാര്യങ്ങൾ മുഴുവനും ആണുങ്ങളും പെണ്ണുങ്ങളെ മാത്രം ദിവസത്തെ കുറ്റം പറയണേ. ആണുങ്ങളും ശരിയാ, മയ്യത്ത് കണ്ടു പുറത്തിറങ്ങിയ അവിടെ നീ എന്നാടാ വന്നേ, ലീവുണ്ടോ? അവിടെ വിശേഷങ്ങളാണ്. പിന്നെ തമാശയായി പാടില്ല. മരണ വീട്ടിൽ ചിരിക്കൽ, അത് അല്ലാഹു നിങ്ങളുടെ അമലുകൾ പൊളിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമത്തത് ദിക്റിന്റെ ഇൽമിന്റെ മജ്ലിസിൽ ഉറങ്ങൽ. ദിക്റിന്റെ മജ്ലിസിൽ ഉസ്താദേ ഞങ്ങളുടെ മകളിൽ എല്ലാ ആഴ്ചയും ഖുർആൻ ക്ലാസ് ഉണ്ട് ഉസ്താദേ. ഓ ഇമാമിന്റെ ക്ലാസ് എന്ന് പറഞ്ഞ എല്ലാരും പോകും, പള്ളി നിറച്ച ആളാ. എന്താ നേട്ടം? അവിടെ പോയിരിക്കും. അവിടെ പോയിരുന്നിട്ട് ഉസ്താദ് പറയുമ്പോ വാ ഉസ്താദേ ഇങ്ങോട്ട് വാസ്ത ഇരുന്ന് ഉറങ്ങാണ്. തട്ടി വിളിക്കുമ്പോഴാണ് എണീക്കണം. എന്തിനാ പോണേ? ഇൽമിന്റെ സദസ്സിൽ ഇരുന്ന പ്രതിഫലം കിട്ടും, പക്ഷെ ഇൽമിന്റെ സദസ്സിൽ ഉറങ്ങരുത്, ദിക്റിന്റെ സദസ്സിൽ ഉറങ്ങരുത്. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ അവിടെ ഇരിക്കും, തട്ടി വിളിക്കണം ആരെങ്കിലും, പാടില്ല. ആത്മാർത്ഥതയോടെ ഇൽമ കേൾക്കൽ വലിയ പ്രതിഫലമാണെന്നേ. ഈ ഓൺലൈനിലൂടെ ഈ യൂട്യൂബിലൂടെ ഉമ്മമാർ എത്രയോ ഉസ്താദുമാരെ ക്ലാസ് കേൾക്കുന്നുണ്ട്, അതൊക്കെ വലിയ പ്രതിഫലമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ ഏഴാമത്തത് പറഞ്ഞു ഖബറിന്റെ ഭാഗത്ത് ചിരിക്കൽ. സഹോദര വാപ്പമാരെ ഖബറടക്കാൻ ഖബർ സിയാറത്തിനൊക്കെ പോകുമ്പോൾ പെങ്ങളെ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ഇസ്ലാമിക വേഷവിധാനങ്ങൾ ധരിച്ച് ഇസ്ലാമിന്റെ പരിധിക്കുള്ളിൽ നിങ്ങൾ സിയാറത്തിന് പോകുമ്പോൾ അവിടെ ചിരിക്കല്ല, കളിക്കല്ല, തമാശ പറയല്ല, ഫോണിലൂടെ വീഡിയോ ചെയ്ത് നിങ്ങൾ തമാശ റീൽസ് ചെയ്യലല്ല. അവനെ അള്ളാഹനെ ഭയപ്പെട്ടോ, നിങ്ങൾ അമലുകളെല്ലാം പാഴാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 കാര്യങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ ഒരു പ്രവർത്തനങ്ങൾ അത് സ്വീകരിക്കൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ഏതെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, തൗബ ചെയ്തു മടങ്ങിക്കോ, അള്ളാഹ് സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. കൽബിൽ തട്ടി പടച്ചോനെ ചെയ്തു പോയി റബ്ബേ, തൗബ ചെയ്തോ ഉറപ്പാണ് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ അമലുകൾ അള്ളാഹു വളിരിബു ബിഹാദൽ വജ്ഹിൽ സ്വാഹിബിഹ, മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധമായി പോലും ചെയ്യാൻ പാടില്ല എന്നാണ് സൂക്ഷ്മതയെ പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹ് കബൂലാക്കട്ടെ. അതോടൊപ്പം ഈ മുഹറമിന്റെ ദിനരാത്രങ്ങൾ സൂറത്തുൽ ളുഹ ഒരു ദിവസം ഒരു തവണയെങ്കിലും ഓതിയിരിക്കണം. മഹാന്മാർ പഠിപ്പിക്കണം. സൂറത്തുൽ ളുഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്ദുഹാ വല്ലൈലി ഇദാ സജ തുടങ്ങുന്ന സൂറത്തുൽ ളുഹ. രണ്ടാമത്തത് വശംസ് വശംസി വദ്ദുഹാഹ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതണം. മൂന്നാമത്തത് സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വദതൈനി ഖുൽ ഹുവല്ലാഹു അഹദ് ഫലക് നാസ് ഇത് 3. അതോടൊപ്പം സൂറത്തുൽ യാസീൻ. ഇത് നിർബന്ധമായി ഫർളല്ലാട്ടോ, നമ്മൾ ഓതിയിരിക്കണം ദിവസം ഒരു വട്ടമെങ്കിലും. അതോടൊപ്പം സൂറത്ത് തൗബയുടെ അവസാന 2 ആയത്ത് നമ്മൾ ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ആ 2 ആയത്തുകൾ ഓതിയിരിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്ത്
വിശദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അറിവ് പകർത്തൽ സ്വതക്കയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതോടൊപ്പം നമ്മുടെ ബദറിൻ തീരം എന്ന ചാനൽ രാത്രി 9 മണിക്ക് ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സിന്റെ ലൈവ് ഒരു മജ്‌ലിസ് ഉണ്ട്. അതോടൊപ്പം ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ അൽഹംദുലില്ലാ മഹാന്മാരുടെ ചരിത്രം ചുരുങ്ങിയ സമയം ഇതുപോലെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു ചരിത്ര പഠന വേദി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആവസിയത്ത് അറിയിക്കുന്നുണ്ട്. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രധാനിക്കുമാറാകട്ടെ. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.